നഷ്ടപ്പെട്ടതിനെ തേടിയിറങ്ങിയ നല്ല ഇടയാ. ആരുമില്ലാത്ത, ആരുടെയും അല്ലാത്ത, ആർക്കും വേണ്ടാത്തവർക്ക് വേണ്ടി ജീവിതം ബലിയായി കൊടുക്കുവാൻ ഈ ഉപമ, നല്ല സമറിയാക്കാരൻ്റെ ഉപമ ഞങ്ങൾക്ക് സഹായകമാകട്ടെ. ഈ വചനത്തിൻ്റെ ആഴം ഉൾക്കൊണ്ടുകൊണ്ട് അവിടുന്ന് കാണിച്ചു തന്ന വഴിയിലൂടെ, അവിടുന്ന് ചൂണ്ടിക്കാണിച്ച മാർഗത്തിലൂടെ നീ തുടങ്ങി രക്ഷാകര കർമ്മം ഇന്നും ഭൂമുഖത്ത് തുടരുവാൻ ഞങ്ങൾക്ക് സഹായകവും ശക്തിയും ഈ തിരുവചനം നൽകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, നല്ല സമറിയാക്കാരൻ്റെ ഉപമ നമുക്കൊക്കെ സുപരിചിതമാണ്. നീ അറിയാവുന്നവനാണ് ഈശോയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നത്, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? നിഷ്കളങ്കമായൊരു ചോദ്യം. എന്തോ അന്വേഷിച്ചിറങ്ങിയതുപോലെ, സത്യം തേടി ഇറങ്ങിയതുപോലെ ഉള്ള ഒരു ചോദ്യം. എങ്കിലും ചോദ്യത്തിലെ വക്രത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈശോ നിയമം അറിയാവുന്നവനെ കൊണ്ട് തന്നെ ആ ചോദ്യത്തിന് ഉത്തരവും പറയിപ്പിച്ചു. നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു? നിയമാവർത്തനം 6:4. ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും കൂടെ നീ സ്നേഹിക്കണം. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അത് നിൻ്റെ മക്കളെ പഠിപ്പിക്കണം. യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് നീ സംസാരിക്കണം. അത് നിൻ്റെ നെറ്റിത്തടത്തിൽ പട്ടമായി അണിയണം. ഇത് മുഴുവനും നിയമജ്ഞൻ പറഞ്ഞില്ല. എങ്കിലും അവസാനം ആദ്യത്തെ ആ തിരുവചന ഭാഗത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞ്, നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അവിടെയാണ് നിയമജ്ഞൻ ചോദിക്കുന്നു ഒരു ചോദ്യം, ആരാണ് എൻ്റെ അയൽക്കാരൻ? ആരാണ് എൻ്റെ അയൽക്കാരൻ? അതിനാണ് നല്ല സമറിയാക്കാരൻ്റെ ഉപമ. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ ഈശോ അവന് മനസ്സിലാകുന്ന ഭാഷയിൽ വ്യക്തമായിട്ട് വിവരിച്ചു കൊടുത്തു. ജെറൂസലേമിൽ നിന്നും ജെറീക്കോയിലേക്കുള്ള യാത്രാമധ്യേ മുറിവേറ്റ് വീണ ആ മനുഷ്യൻ, അവൻ്റെ അടുക്കലേക്ക് സമറിയാക്കാരൻ പതുക്കെ കടന്നു വരുന്നു. മുറിവേറ്റവൻ്റെ അടുക്കലേക്ക് കഴുതപ്പുറത്ത് വന്നവൻ. ആരാണ് മുറിവേൽപ്പിച്ചത്? കള്ളന. സമൂഹത്തിന് യാതൊരു വിലയും ഇല്ലാത്ത കൊള്ളക്കാരനാണ്. സ്വന്തമായിട്ട് അഡ്രസ്സ് ഇല്ലാത്തവനാ. അവന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. സ്വന്തമായിട്ടൊന്നുമില്ലാത്ത കള്ളൻ മുറിവേൽപ്പിച്ചിട്ട് കടന്നുപോയി. മുറിവേറ്റർത്ഥപ്രാണനായി കിടക്കുന്നവൻ്റെ അടുക്കലേക്ക് ഇതാ ബലിയർപ്പിക്കേണ്ട പുരോഹിതൻ ദേവാലയത്തിലെ ബലിപീഠം ലക്ഷ്യമാക്കി നടന്നു നീങ്ങിയവൻ കടന്നു വന്നു. അവനും ഒന്നേ നോക്കിയുള്ളോ, കടന്നുപോയി. തൊട്ടടുത്തതാ ലേവായൻ വരുന്നു. അവനും വന്ന വഴിയിലൂടെ തന്നെ അവനും കടന്നുപോയി. ആ പശ്ചാത്തലത്തിലാണ് സമറിയാക്കാരൻ വരുന്നത് കഴുതപ്പുറത്താ. ആരാണ് കഴുതപ്പുറത്ത് വരുന്നവൻ? കഴുതപ്പുറത്ത് വരുന്നവൻ കർത്താവാ. വന്നിട്ടോ മുറിവേറ്റവൻ്റെ അടുക്കിലേക്ക് അടുത്തു ചെന്ന് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി. മുറിവേറ്റ മാനവരാശിയുടെ മുറിവുണക്കാൻ ഏക മരുന്ന് വചനമാണെന്ന് നാം കണ്ടു, നാം ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വചനം മാംസമായവൻ മുറിവേറ്റവൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നിട്ട് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി. താൻ ഇരുന്നിടത്ത് അവനെ ഇരുത്തി. ഇന്ന് പലപ്പോഴും പല കസേരകളും ഒന്ന് ഒഴിഞ്ഞ് മാറാൻ ബുദ്ധിമുട്ടുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഇവിടെ താനിരുന്ന ആ സ്ഥാനത്ത് മുറിവേറ്റവനെ ഇരുത്തി. എന്നിട്ട് പതുക്കെ കൂട്ടിക്കൊണ്ടുപോയി സത്രത്തിലേക്ക്. പിറന്നു വീഴാൻ ഇടം തേടി ആ സത്രത്തിൻ്റെ വാതിൽക്കൽ പോയി ഒരിക്കൽ തൻ്റെ അമ്മയും വളർത്തച്ഛനും മുട്ടിയതാ, ഇടം കിട്ടിയില്ല. ഒരിക്കൽ മുട്ടി തുറക്കാത്തിടത്ത് ഇപ്പോഴിതാ അവൻ മുട്ടി തുറന്നിട്ട് സത്രം സൂക്ഷിപ്പുകാരനെ എല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ട് ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് അവൻ പോയി, ഞാൻ വീണ്ടും വരും.
ഞാൻ വീണ്ടും വരും. ആരാണ് ഈ വീണ്ടും വരുന്നവൻ? അത് കർത്താവാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉപമയിൽ ജെറൂസലേമും ജെറീക്കോയും നമ്മുടെയും സാധാരണ ജീവിതത്തിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ട് വരേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ ജെറൂസലേമും ജെറീക്കോയും നമുക്കൊക്കെ സുപരിചിതമാ. എന്നാൽ അനുദിന ജീവിതത്തിലൊരു ജെറൂസലേമും ജെറീക്കോയുമുണ്ട്. അതേതാ? കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ജെറൂസലേം എവിടെയാ? വീടിൻ്റെ മുൻപിൽ നടക്കല്ല ജെറൂസലേം. ജെറീക്കോ എവിടെയാ? വീടിൻ്റെ പുറകിലൊരു കല്ലുണ്ട്, അടുക്കളയുടെ ഭാഗത്തൊരു കല്ലുണ്ട്. ഈ രണ്ട് കല്ലുകൾക്കിടയിലാണ് കുടുംബജീവിതക്കാരൻ്റെ ജെറൂസലേമും ജെറീക്കോയും. അവിടെ മുറിവേറ്റവരുണ്ട്. മക്കൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ ബലിയായി കൊടുത്തിട്ട് പ്രായമായി, ആരുമില്ല, ആരുടെയുമല്ല, ആർക്കും വേണ്ടാത്ത ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലെത്തിയവര്, കിട്ടിയ ജന്മത്തെ ശപിച്ചു കഴിയുന്ന മാതാപിതാക്കള്, മുറിവേറ്റ ജെറൂസലേം ജെറീക്കോയുടെ മധ്യേ മുറിവേറ്റ് കിടക്കുന്ന മാതാപിതാക്കൾ ഇന്നുണ്ട്. അവിടേക്ക് കടന്നു ചെല്ലണം. കഴിഞ്ഞ ദിവസം ഒരു അമ്മ വിലാപത്തോടെ പറയുകയായിരുന്നു, ഒരു മന്ദബുദ്ധി മോന് അല്ലെങ്കിൽ മോളെ തമ്പുരാൻ തന്നിരുന്നെങ്കിൽ. അതൊരമ്മയുടെ ഒറ്റപ്പെട്ട നിലവിളിയല്ല. ബുദ്ധിയുള്ള മക്കളെ പഠിപ്പിച്ചു, നന്നായി പഠിപ്പിച്ചു, എല്ലാവരും പറഞ്ഞു. ഒരെണ്ണം പോലും വീട്ടിലില്ല. ഇടയ്ക്ക് ടെലിഫോണുണ്ട്. ഒരു മന്ദബുദ്ധി കുഞ്ഞിനെങ്കിലും ജന്മം കൊടുക്കാനുള്ള ആഗ്രഹത്തോടു കൂടെ അമ്മ പറഞ്ഞതല്ല. പിന്നെയോ കൂടെ നിൽക്കാൻ വേലക്കാരി. ഇടയ്ക്കിടയ്ക്ക് മക്കൾക്ക് ഇന്റർനെറ്റ് ഉണ്ട്, സ്കൈപ്പ് ഉണ്ട്, അതിലൂടെ നേരിട്ട് നിഴല് കാണാം. കഴിഞ്ഞ ദിവസം ശവടക്കിന് വേറൊരമ്മയുടെ വീട്ടിൽ ചെന്ന് 95 വയസ്സുള്ള അമ്മ, ജർമ്മനിയിൽ നിന്നെത്തിയ മോൻ, കൂടെ പഠിച്ചതാണ്. അവൻ ആശ്വാസത്തോടെ പറയുകയായിരുന്നു, 3 ദിവസം മുമ്പ് ഞാൻ എത്തിയച്ചാ. നെറ്റിലൂടെ എല്ലാ സംവിധാനവും ചെയ്തു കൊടുത്തു. ഒരു ദിവസം അമ്മ നെറ്റിലൂടെ പറഞ്ഞു, മോനെ എനിക്ക് നിന്നെ തൊടാൻ പറ്റുന്നില്ലല്ലോ. ശരിയാ, ഒരമ്മയുടെ വിലാപമാ. ഏതായാലും 3 ദിവസം മുൻപ് എത്തി. അമ്മ മകനെ വാരിപ്പുണർന്നു. 3-ാം ദിവസം മരിച്ചു. ഭാഗ്യപ്പെട്ട മരണം. രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം യേശു വരുന്നു. മുട്ടുകുത്ത് മക്കളെ. കിടക്കുന്ന അമ്മയാ മുട്ടുകുത്താൻ പറയുന്നത്. അമ്മ മുട്ടുകുത്തി തന്നെയാ നിൽക്കുന്നത് എന്ന് പറഞ്ഞ അമ്മ മക്കളെല്ലാം ചുറ്റും നിന്ന തളർന്ന കൈകളിൽ മുറുകെ പിടിച്ച് ആശ്വസിപ്പിച്ചു. ഇതൊരമ്മയുടെ വിലാപമാ. പ്രിയപ്പെട്ടവരെ, ഈ ജെറൂസലേമും ജെറീക്കോയുടെയും ഇടയിൽ ഇതുപോലെ വേദനിച്ചും മുറിവേറ്റും കഴിയുന്ന കുടുംബങ്ങളുടെ ജീവിതങ്ങളുടെ ഇടയിലേക്ക് പതുക്കെ കടന്നു ചെല്ലേണ്ട കാലഘട്ടമാണിത്. സന്യാസ ഭവനത്തിലും ജെറൂസലേമും ജെറീക്കോയുമുണ്ട്. പ്രായമായ വൈദികർ ജീവിക്കുന്ന വൃദ്ധമന്ദിരങ്ങൾ, വൈദിക മന്ദിരങ്ങളിൽ ജെറൂസലേമും ജെറീക്കോയുമുണ്ട്. എവിടെയാണ് അവരുടെ ജെറൂസലേം ജെറീക്കോ? വൃദ്ധമന്ദിരത്തിൻ്റെ, വൈദിക മന്ദിരത്തിൻ്റെ മുൻപിലത്തെ നടക്കല്ലും പുറകിലത്തെ കല്ലിൻ്റെയും ഇടയിൽ ഒരു പിടി ജീവിതം തൻ്റെ ഇടവകയ്ക്ക് വേണ്ടി ജീവിച്ച് ബലിയായി തീർന്ന പുരോഹിതൻ പ്രായമായി. അവിടെ കഴിയുമ്പോൾ ആരുണ്ട് അവിടേക്കൊന്ന് കയറി ചെല്ലാൻ? ജീവിതം മുഴുവൻ ബലി തന്ന ആ പുരോഹിതന്റെ വൃദ്ധമന്ദിരത്തിലേക്ക്, വൈദിക മന്ദിരത്തിലേക്ക് ഒന്ന് കടന്നു ചെന്ന് പഴയ ഓർമ്മകളൊക്കെ ഓർത്തോർത്ത് പങ്കിടുന്ന ആ പുരോഹിതനെ ശ്രവിക്കാൻ ഇന്ന് ആരുണ്ട്? മുറിവേറ്റ മനുഷ്യരുടെ ഇടയിലേക്ക് നസ്രത്തിനായ യേശു, നസ്രായനായ യേശു കുതിരപ്പുറത്ത് വന്ന സമറയാക്കാരനിലൂടെ മറഞ്ഞ് കടന്നു ചെന്ന് മുറിവുണക്കിയെങ്കിൽ മുറിവേറ്റവരുടെ മുറിവുണക്കാൻ പ്രിയപ്പെട്ടവരെ ഇന്നുണ്ടൊരു പിടിയിടങ്ങൾ. സന്യാസ ഭവനത്തിലും ഇത് തന്നെ അവസ്ഥ. അതുകൊണ്ട് ഈ ജെറൂസലേമും ജെറീക്കോയുടെയും ഇടയിൽ മുറിവേറ്റ ഇവന്റെ പക്കലേക്ക് ആ മുറിവേൽപ്പിച്ചവൻ കടന്നു വരണം. ആ കൊള്ളക്കാരൻ തിരിച്ചു വരണം. പുരോഹിതൻ തിരിച്ചു വരണം. ലേവായൻ തിരിച്ചു വരണം. സമറിയാക്കാരനും. ഇങ്ങനെ കൂട്ടമായിട്ടുള്ളൊരു പ്രവൃത്തി അല്ലെങ്കിൽ കൂട്ടമായിട്ടുള്ളൊരു ശുശ്രൂഷയാണ് ഇന്ന് മുറിവേറ്റവന്റെ പക്കലേക്ക് നമ്മൾ കടന്നു ചെന്ന് നടത്തേണ്ടിയിരിക്കുന്നത്. തടവറയുടെ പശ്ചാത്തലത്തിൽ നോക്കിക്കാണുമ്പോൾ ഒരു പിടി ജയിലിൻ്റെ പശ്ചാത്തലമുള്ളത് കൊണ്ട് ഞാൻ പഠിച്ച ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും വേറൊരു കണ്ണുകൊണ്ടാണ് ഞാൻ നോക്കിക്കാണുക. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 97 ഈസ്റ്റർ ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുക. പെസഹ വ്യാഴം രാവിലെ കാലുകഴുകൽ ശുശ്രൂഷ, 12 പേരെ ബെഞ്ചിട്ട് ആ ജയിലിൻ്റെ പ്രത്യേകിച്ചും ധ്യാനം നടത്തുന്ന ഹാളിൽ നിരത്തിയിരുത്തി
12 പേരും കൊന്നതാ. കൊല്ലാത്തവരോട് മാറി നിൽക്കാൻ എനിക്ക് പറയാനാകുമോ? ഈ ഓരോരുത്തരുടെ അല്ലെങ്കിൽ 2-3 പേരുടെ ജീവൻ ഉത്തരവാദിയായ ഈ കൊന്ന 12 പേരും നിരത്തി ഇരുത്തി അവരുടെ ഓരോരുത്തരുടെയും പാദം കഴുകി, റൊട്ടി കൊടുത്തു, തോർത്ത് മുണ്ട് കൊടുത്തു, ഒറ്റ അണ തൊട്ട് കൊടുക്കുന്ന പതിവുണ്ട്. പെസഹ വ്യാഴാഴ്ച കാല് കഴുകിയ ശേഷം അതും കൊടുത്തു. ഓരോരുത്തരിരുന്ന് കരയാൻ തുടങ്ങി. റൊട്ടി കഷ്ണവും കയ്യിൽ പിടിച്ചുകൊണ്ട് വിശപ്പടങ്ങിയതുപോലെ ഇരുന്ന് അതുങ്ങൾ കരയാൻ തുടങ്ങി. ആദ്യം ഒരാൾ, പിന്നെ അടുത്ത ആൾ. ഞാൻ നോക്കിയപ്പോൾ 12 പേരും അവിടെ തന്നെ ഇരിപ്പുണ്ട്. കർമ്മം കഴിഞ്ഞു. വൈകിട്ട് പെസഹ അപ്പം. ജയിലിൽ അപ്പം ഉണ്ടാക്കാൻ സൗകര്യമില്ല. തൊട്ടടുത്തുള്ള പള്ളികളിൽ വിളിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഈ 2000-ഓളം കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവറ മക്കൾക്ക് വേണ്ടി അപ്പം നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തരണം. സന്ധ്യയായപ്പോൾ 2000 പേർക്കുള്ള അപ്പവുമായി അപ്പന്മാർ ജയിലിൻ്റെ വാതിൽക്കൽ വന്ന് നിരന്നു നിന്നപ്പോൾ സൂപ്രണ്ട് പറഞ്ഞു, അകത്തേക്ക് കടത്തിവിട്ടോ. അങ്ങനെ അകത്ത് വന്നു. 10-300 തേങ്ങായിട്ട് അവർ പാലുണ്ടാക്കി. ഞാൻ ജാതി ചോദിച്ചില്ല, മതം ചോദിച്ചില്ല. ആ പാലിൽ ഈ അപ്പം മുക്കി ആ വന്ന സകല മനുഷ്യർക്കും പെസഹ അപ്പം പാലിൽ മുക്കിക്കൊടുത്തു. ദുഃഖവെള്ളിയാഴ്ച 14 തടിക്കമ്പ് അവർ വെട്ടി 14 സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. 1-ാം സ്ഥലം അറിഞ്ഞോ അറിയാതെയോ കണ്ടം സെല്ലിൻ്റെ തൊട്ടടുത്താ കൊണ്ടുപോയി കുഴിച്ചിട്ടത്. എന്ന് പറഞ്ഞാൽ തൂക്കിക്കൊല്ലാനിട്ടിരിക്കുന്നവരുടെ സെല്ലിനാണ് കണ്ടം സെല്ല്. ആ സെല്ലിൽ കൊണ്ടുപോയി 1-ാം സ്ഥലം ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഒരക്ഷരം പോലും അവിടെ പറയാൻ പറ്റാത്ത ഒരവസ്ഥ. തൊട്ടടുത്ത് കൊല്ലാൻ കിടക്കുന്ന മനുഷ്യരാ. അവരോട് ഈ ഈശോയെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു എന്ന ഭാഗം വിവരണം ആവശ്യമില്ല. അവരുടെ ജീവിതവും 2 1. ഇങ്ങനെ ഓരോ സ്ഥലവും കടന്നുപോയപ്പോൾ ഒരിടത്തും തന്നെ പ്രസംഗം ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം അവരുടെ ജീവിതവും ഈ കർത്താവ് നടന്ന കുരിശിൻ്റെ വഴിയും 2 1. അവസാനം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു ചിന്ത കിട്ടി, ഒരു ഉൾക്കാഴ്ച കിട്ടി. ഈശോ മിശിഹ ആ കുരിശിൽ മരിച്ച രംഗം, ആ രംഗത്ത് നിന്നുകൊണ്ട് കിട്ടിയ ഉൾക്കാഴ്ച മറ്റൊന്നുമല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഏദൻ തോട്ടത്തിൽ പാർപ്പിച്ച ആ ദൈവത്തെ അറിയാതെ പോയ കുടുംബം, ദൈവത്തിൻ്റെ ഉള്ളറിയാതെ പോയ കുടുംബം, ആ കുടുംബത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടായി, കൊലപാതകം ഉണ്ടായി, ആബേലിൻ്റെ ചോര അവിടെ പതഞ്ഞൊഴുകി. കായേൻ വിലപിക്കുന്നൊരു ഭാഗമുണ്ട്. ദൈവത്തിൻ്റെ ശാപവാക്കുകൾ കേട്ട് കായേൻ നിന്ന് വിലപിക്കുന്ന ഒരു രംഗമുണ്ട്. നിന്റെ കൂടപ്പിറപ്പിന്റെ ചോര കുടിക്കാൻ വാവിളർന്ന ഭൂമി ശപിക്കപ്പെടട്ടെ. അവസാനം കായേൻ പറയുന്നുണ്ട്, കർത്താവേ, കാണുന്നവരൊക്കെ എന്നെ കൊല്ലാൻ നോക്കും. 4-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ. അപ്പോൾ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ഇല്ല കായേനെ, നിന്നെ കൊന്നാൽ കൊല്ലുന്നവൻ്റെ മേൽ ഞാൻ 7 ഇരട്ടിയായി പ്രതികാരം ചെയ്യും. ദൈവം കായേൻ്റെ കാവൽക്കാരനായി മാറി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ക്രിസ്തു കുരിശിൽ മരിച്ച കുരിശിന്റെ ചുവട്ടിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആരെയാ കൂടെ നിർത്തിയത്? തൻ്റെ ബലിയോട് ചേർത്ത് 2 കായന്മാരെയാ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ചോരയുടെ കൂടെ കൂടി ഒഴുകാനുള്ള ഭാഗ്യം കിട്ടിയത് 2 കായന്മാർക്ക്. ഒരു ബലിയുടെ നിരസിക്കല്, ആബേലിൻ്റെ ബലിയുടെ നിരസിക്കല് ഒരു കൊലപാതകത്തിൽ ചെന്നെത്തിയെങ്കിൽ, മനുഷ്യപുത്രൻ ലോകരക്ഷകൻ തൻ്റെ ബലിക്കല്ല് കാൽവരിയിൽ കൂട്ടിയപ്പോൾ ആ ബലി അർപ്പിച്ചപ്പോൾ തൻ്റെ ബലിപീഠത്തോട് ചേർത്ത് നിർത്തിയത് നിൽക്കാനുള്ള ഭാഗ്യം കിട്ടിയത് 2 കായന്മാർക്ക്. അങ്ങനെയെങ്കിൽ കിട്ടിയ ഉൾക്കാഴ്ച ഇതാണ്. 21-ാം നൂറ്റാണ്ട് പിറക്കാൻ തുടങ്ങുന്ന ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചോ, 21-ാം നൂറ്റാണ്ടിലെ പള്ളി, നിന്റെ ബലിപീഠം നീ വലിച്ചിറക്കണം. 21-ാം നൂറ്റാണ്ടിലെ പള്ളി, നിന്റെ ബലിപീഠം നീ വലിച്ചിറക്കണം. കാരണം സമറിയാക്കാരൻ്റെ ഉപമയിൽ ഈ ബലി നടന്നത് ദേവാലയത്തിൻ്റെ ബലിപീഠത്തിലല്ല, തെരുവിലാ. ക്രിസ്തുവാണ് ഉപമ നമുക്കായി വിവരിച്ചു തന്നത്. അപ്പോൾ ഈ ബലി തെരുവിലാണ് നടന്നത് എങ്കിൽ 21-ാം നൂറ്റാണ്ടിലെ പള്ളി ബലിപീഠം വലിച്ചിറക്കണം.
ഞാനും ഇന്ന് ഈ ഭവനത്തിൽ, പ്രത്യേകിച്ച് ഡിവൈൻ ഈ സെൻറ്ററിൽ വന്നപ്പോൾ ചുറ്റുമൊക്കെ ഒന്ന് കറങ്ങി കണ്ടു. ഞാനും കണ്ടു ഇവിടെ കുറേ ബലിപീഠങ്ങൾ. എയ്ഡ്സ് പിടിച്ച മനുഷ്യർ തൊട്ടപ്പുറത്തുണ്ട്. എയ്ഡ്സ് പിടിച്ച മനുഷ്യർ. ആ മനുഷ്യരുടെ അവിടെ കയറി ഇറങ്ങിയപ്പോഴാ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഒരു കൊച്ചു കുഞ്ഞെൻ്റെ കയ്യിൽ പിടിച്ച് 4-ാം നിലയിൽ കൂട്ടിക്കൊണ്ടുപോയത് ഇന്നും ഞാൻ മറക്കാൻ കഴിയുന്നില്ല. ആ കുഞ്ഞെന്നെ കൊണ്ടുപോയിട്ട് അമ്മയെ കാണിച്ചു തന്നു. ഒരു മുണ്ടിൻ്റെ അടിയിൽ പുതപ്പിച്ചിട്ടിരിക്കുന്ന അമ്മയുടെ ഓരോ എല്ലും വിട്ടാ കിടക്കുന്നത്. ഈ നഖത്തിൻ്റെ നിറവാ എല്ലിന്. കുഞ്ഞിന് എയ്ഡ്സാ. അവരെ നോക്കുന്ന സമർപ്പിതരായ കന്യാസ്ത്രീ അമ്മമാർ പറഞ്ഞു, അച്ഛാ കുഞ്ഞിന് എയ്ഡ്സാ. തിരിച്ചു പോകുന്ന വഴിക്ക് അവരെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഈ മാരക രോഗത്തിന് ഒരു മരുന്ന് വേണ്ടച്ചോ? ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ഈ രോഗത്തിന് മരുന്നില്ല എന്ന സത്യമറിഞ്ഞ് ലോകം തെറ്റിൽ നിന്ന് വിട്ടുമാറട്ടെ. അവിടെ കിടക്കുന്നവർ മുഴുവൻ തെറ്റി കിട്ടിയ രോഗമാണെന്നല്ല അതിൻ്റെ അർത്ഥം. എങ്കിലും ലോകമറിയട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രകൃതിക്കൊരു നിയമമുണ്ട്, സൂര്യനൊരു നിയമമുണ്ട്, ഈ ഭൂമിക്കൊരു നിയമമുണ്ട്. ഭൂമി കറങ്ങണം, സൂര്യനും കറങ്ങണം. ഈ ശരീരത്തിന് ചില നിയമങ്ങളുണ്ട്. ഇവിടുത്തെ പക്ഷികൾക്ക് നിയമമുണ്ട്, ഇവിടുത്തെ ചെടികൾക്ക് നിയമമുണ്ട്. 10 കൽപ്പന കൽഫലകത്തിൽ കൊത്തി തന്ന ആ കൊത്തി വാങ്ങിച്ച മോസസ് അത് പച്ച മാംസത്തിൽ കുരിശിൽ പുതുക്കി തന്നെങ്കിൽ ആ കർത്താവും പറഞ്ഞ് പഠിപ്പിച്ച കൽപ്പനകൾ മറക്കുമ്പം കിട്ടുന്ന തല്ല ഒരു പരിധിവരെ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഇതുപോലുള്ള ദുരന്തങ്ങളും രോഗങ്ങളും ബലിവേടാ. പനക്കിലച്ചൻ നാളുകൾക്ക് മുമ്പ് തുടങ്ങി വെച്ചത് ഇവിടുത്തെ എയ്ഡ്സ് പിടിച്ച് വീടിന് വേണ്ട, നാടിന് വേണ്ട, ശവമടക്കാൻ സിമിത്തേരിക്കും വേണ്ടാത്ത ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് ഇവിടെ കൊണ്ടുവന്ന് മരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു പോയ മക്കളെ വേണ്ടി ഇടമുണ്ടാക്കി. മുരിങ്ങൂർ ഒത്തിരി നൊന്തല്ലോ. മുരിങ്ങൂർ ധ്യാന കേന്ദ്രം ഒത്തിരി വേദനിച്ചല്ലോ. മുരിങ്ങൂരിന്റെ സ്വകാര്യ വേദനയായിരുന്നു അത്. സഭ മുഴുവൻ, ലോകം മുഴുവൻ വേദനിച്ചു. മരിച്ചവരുടെ എണ്ണം ലിസ്റ്റ് എടുത്താ കിടക്കുന്ന മനുഷ്യരൊക്കെ ആ കാലഘട്ടത്തിൽ മരിച്ചു തീർന്നതാ. അതേ ബലിപീഠം വലിച്ചിറക്കേണ്ട കാലം കഴിഞ്ഞു. ഈ ധ്യാനമന്ദിരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഇന്ന് ഈ ഭവനത്തെ സ്നേഹിക്കുന്നെങ്കിൽ ഇതുപോലുള്ള ബലിപീഠങ്ങൾ ഇതിന് ചുറ്റുമുണ്ട്. മദ്യപാനം എന്ന് പറയുന്ന മാരക രോഗം ഒരു കാലത്ത് ഇത് അഹങ്കാരമാണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നതാ. എന്നാൽ ഇന്ന് ഇതൊരു രോഗമാണെന്ന് ശരിക്കും പഠിച്ചപ്പം മനസ്സിലായി. ഇവിടെയുണ്ട്, ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ആക്കിയിട്ടുണ്ട്. മദ്യപാനത്തിൻ്റെ പേരിൽ വീടിന്, നാടിനും ജീവിതം മുഴുവനും തീർന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയ മനുഷ്യർക്കിടമുണ്ട്. മഴ പെയ്യുമ്പം മരച്ചുവട്ടിലേക്ക് മാറി നിൽക്കാനുള്ള മാനസിക ശേഷിയില്ലാത്ത മാനസിക രോഗി, നഗ്നത അറിയില്ല, വിശപ്പറിയില്ല, എന്തിനെന്നറിയാതെ മാറാപ്പ് തോളിൽ കെട്ടിച്ചമക്കുന്ന മാനസിക രോഗി. അവരെ 400 പേരെ കുറച്ചുകൂടെ അപ്പുറത്ത് ഇതാ വേറൊരു ഭവനമുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ എന്തോ ഒരു ധന്യത തോന്നുക. കാരണം നസ്രായനായ യേശു സമറിയക്കാരൻ്റെ ഉപമയിലൂടെ പറഞ്ഞു പഠിപ്പിച്ച പാഠങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടിൽ ഹൃദയത്തിൽ സ്വന്തമാക്കുമ്പോൾ ബലിപീഠങ്ങൾ പ്രിയപ്പെട്ടവരെ വലിച്ചിറക്കിയിട്ട് ബലി അർപ്പിക്കണം. ഈ ബലികൾ നടക്കുമ്പോഴാണ് ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ മുറിവേൽപ്പിച്ച കള്ളൻ തിരിച്ചു വരണം, പുരോഹിതൻ തിരിച്ചു വരണം, ലേവായൻ തിരിച്ചു വരണം, സമറിയക്കാരൻ തിരിച്ചു വരണം. ഇന്ന് കുറ്റവാളികൾ, അല്ലെങ്കിൽ ഒരു കാലത്ത് തടവറയുടെ നൊമ്പരം അനുഭവിച്ച മക്കള് എത്രയോ സ്ഥാപനങ്ങൾ നടത്തുന്നു. ആലപ്പുഴയിലെ ഇറച്ചി ആൽബിൻ എന്ന പേരിൽ അറിയപ്പെടുന്നവനെ ജയിലിൽ വെച്ച് ഞാൻ കണ്ടു പരിചയപ്പെട്ടതാ. 250ഓളം മാനസിക രോഗികൾക്ക് ഇന്ന് ആ മകൻ കഞ്ഞി കൊടുക്കുക. ജയിലിൽ ചെന്നപ്പോൾ സൂപ്രണ്ട് പറഞ്ഞു, അച്ഛാ ഇതിനകത്ത് കിടക്കുന്ന ഈ 2000ഓളം പൂജപ്പുരയിലെ ജയിലിലെ ഏറ്റവും വലിയ കുറ്റവാളികൾക്ക് ലോകമറിയാത്ത ഒരു പശ്ചാത്തലമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്താ? അവർക്കുണ്ട് കരുണയുടെ ഒരു ഹൃദയമുണ്ടെന്ന് പറഞ്ഞു. കരുണയുടെ ഒരു ഹൃദയം. വലിയ വലിയ കുറ്റവാളികൾക്ക് ഈ കരുണയുടെ ഒരു പ്രത്യേക ഹൃദയമുണ്ട്. റോഡിൽ വണ്ടിയിടിച്ച് ചോരയിൽ കിടക്കുന്നവനെ സാധാരണഗതിയിൽ എടുക്കാനുള്ള മനക്കെട്ടി ആർക്കാ ഉള്ളത്? ലോകം മുഴുവനും ഭീകരരായി ചിത്രീകരിക്കുന്ന മനുഷ്യർ കണ്ടു കഴിഞ്ഞാൽ അവർ ചെന്നെടുക്കും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതൊരു കൂട്ടമായ ഉത്തരവാദിത്വമായിട്ട് ഈ സമറിയക്കാരൻ്റെ ഉപമയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇവിടെ ഇതൊരു കൂട്ടുത്തരവാദിത്വമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഇത് കാണാൻ. ഇനി ഈ മുറിവേറ്റവൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഉള്ളൊരുകണം പ്രിയപ്പെട്ടവരെ.
കഴുതപ്പുറത്ത് വന്നവൻ ആ മുറിവേറ്റവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ അവൻ്റെ ഉള്ളുരുകണം. പിതാവായി ദൈവത്തിൻ്റെ ഉള്ളും തൻ്റെ പ്രിയപുത്രൻ്റെ ഉള്ളും മുറിവേറ്റവൻ്റെ ഉള്ളും ഒന്നായപ്പോഴാണ് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ ഗെത്സമനിക്ക് തൊട്ടു മുമ്പ് നെഞ്ചുപൊട്ടി ക്രിസ്തു പ്രാർത്ഥിച്ചത്, പിതാവേ, അങ്ങനിലും ഞാൻ അങ്ങയിലും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നായിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തവും ഈ ഒന്നായിരിക്കാൻ കഴിയാത്തതാ. കൽപ്പന ചൗള ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വന്ന് ലാൻഡ് ചെയ്യേണ്ടതാ. പക്ഷെ ആകാശത്ത് നിന്നുകൊണ്ട് ആ പെൺകുട്ടി നീലഭൂമിയെ കണ്ടു. മനോഹരമായ കാഴ്ച. അവിടെ നിന്നുകൊണ്ട് സന്ദേശം അയച്ചു. അമേരിക്കക്കാരാ, ഇന്ത്യക്കാരാ, ഇറാഖുകാരാ, പാകിസ്ഥാൻകാരാ, ശ്രീലങ്കക്കാരാ, ചൈനക്കാരാ, എനിക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഒന്നായി തോന്നുന്നു. ലോകത്തെ ഒന്നിപ്പിക്കാൻ വന്നവൻ, ഒന്നായി കണ്ടവൻ, ഇവിടെയും തൻ്റെ ഉള്ളുരുകിയപ്പോൾ മുറിവേറ്റവൻ്റെ ഉള്ളും തൻ്റെ ഉള്ളും ഒന്നായി. ഈ ഉള്ളുരുകുമ്പോഴേ മുറിവേറ്റവൻ്റെ പക്കലേക്ക് നമ്മുടെ കരങ്ങൾ നീളോ. ലോറേറ്റോ കോൺവെന്റിൽ ആയിരുന്ന മദർ തെരേസ ആഗ്നസ് എന്തിയേ തൻ്റെ സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ പോയവള് കൽക്കട്ട തെരുവിൽ എലി നിന്നിട്ടിട്ട് പോയ ചോരക്കുഞ്ഞിൻ്റെ അടുക്കലേക്ക് പുസ്തകക്കെട്ട് വെച്ചിട്ട് പതുക്കെ തിരിഞ്ഞത് ഉള്ളുരുകിയതാ. ഒരമ്മയുടെ ഉള്ള് ഉരുകിയപ്പോൾ തൻ്റെ സത്തയെ ആ കുഞ്ഞിലൂടെ മാനവരാശി മുഴുവനിലേക്കും വലിച്ചിറക്കിയപ്പോൾ ലോകം മുഴുവൻ വിളിച്ചൊരു പേരുണ്ട്, അമ്മ. അതേ, കന്യക അമ്മയാവണം. മദർ തെരേസയിലെ കന്യകാത്വം മാതൃത്വത്തിന് വഴിമാറിക്കൊടുത്തത് തെരുവിലാ. എലി തിന്നിട്ടിട്ട് പോയ ചോരക്കുഞ്ഞിൻ്റെ അടുത്ത ആ അമ്മ അമ്മയായത്. കന്യക അമ്മയായത് തൻ്റെ ഉള്ളും കുഞ്ഞിൻ്റെ ഉള്ളും യേശുവിൻ്റെ ഉള്ളും ഒന്നായപ്പോഴാ. ഡാമിയൻ കഴിഞ്ഞ 11-ാം തീയതി വിശുദ്ധനായി മാർപ്പാപ്പ പ്രഖ്യാപിച്ചു, കുഷ്ഠരോഗികളെ മൊളോക്കോ ദ്വീപിലേക്ക് കൂട്ടത്തോടെ കയറ്റിക്കൊണ്ടുപോയപ്പോൾ അവർക്ക് ബലിയർപ്പിക്കാൻ പുരോഹിതനില്ല, ബലിപീഠമില്ല. അവരുടെ അടുക്കലേക്ക് മൊളോക്കോയിലേക്ക് പോയ കപ്പലേല് ഒരു വൈദികൻ, ഭാര്യയില്ലാത്തവൻ, മക്കളെ ജനിപ്പിക്കാത്തവൻ, കത്തോലിക്ക പുരോഹിതനും കൂടെ കയറിയിരുന്നു. അവിടെ ചെന്ന് അവർക്ക് വേണ്ടി ബലിക്കല്ലുണ്ടാക്കി, അവർക്ക് വേണ്ടി ബലി അർപ്പിച്ചു. അവസാനമാണ് അറിയുന്നത്, തൻ്റെ ശരീരത്തിനും മുറിഞ്ഞപ്പം നോവുന്നില്ല, കുഷ്ഠത്തിൻ്റെ അടയാളം ദൃശ്യമായി. അവസാനം കുഷ്ഠരോഗിയായി. കുഷ്ഠരോഗികൾക്ക് വേണ്ടി മരിച്ച ഫാദർ ഡാമിയൻ. ഇനി മുതൽ നമുക്കും വിളിക്കാം വിശുദ്ധ ഡാമിയൻ. എന്തേ? കുഷ്ഠരോഗിയുടെ ഉള്ളും തൻ്റെ ഉള്ളും രണ്ടല്ല, ഒന്നായപ്പോൾ ആ ബന്ധത്തിൽ കുഷ്ഠരോഗിയുടെ നൊമ്പരം തൻ്റെ നൊമ്പരവും ഒന്നായപ്പോൾ അവർക്ക് വേണ്ടി ജീവിതം ബലിയായി കൊടുക്കാൻ ഈ കത്തോലിക്ക പുരോഹിതന് സാധിച്ചു. ഗാന്ധിജിയുടെ ഉള്ളുരുകിയല്ലോ. കയറാൻ അനുവാദമില്ലാത്ത തീവണ്ടിയിൽ കയറി യാത്ര ചെയ്തപ്പോൾ സായിപ്പാ തുഴിച്ചു, പല്ല് പോയി. സായിപ്പേ, നിനക്ക് നൊന്തോ? ശക്തി വേണം, നല്ല ശക്തി വേണം. വചനത്തിൽ നിന്നും മലയിലെ പ്രസംഗത്തിൽ നിന്നും ശക്തിയെടുത്ത ഗാന്ധിജിക്ക് ബലം കിട്ടി. സായിപ്പിനെ, നിന്റെ പാദം നൊന്തോ എന്ന് ചോദിക്കാൻ ഉള്ളു ഭാരത ജനതയെ ഓർത്തുരുകിയ നിമിഷം ഗാന്ധിജിക്ക് അതായിരുന്നു. ഇങ്ങനെ ഈ ലോകത്തിൽ രൂപം കൊടുത്ത, നന്മ ചെയ്ത ഒരുപിടി മനുഷ്യരുടെ, എബ്രഹാം ലിങ്കൻ്റെ ജീവിതത്തിലുണ്ട് നിമിഷങ്ങൾ, മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ജീവിതത്തിലുണ്ട് ഇതുപോലുള്ള നിമിഷങ്ങൾ, കോൾബി അച്ഛൻ്റെ ജീവിതത്തിലുണ്ട് ഇതുപോലുള്ള നിമിഷങ്ങൾ. ഈ ഉള്ളും ദൈവത്തിൻ്റെ ഉള്ളും ഒന്നാകുമ്പോഴാണ് മുറിവേറ്റവൻ്റെ പക്കലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മളും തിരിയോ. അപ്പോൾ സമറിയാക്കാരൻ്റെ ഉപമയുടെ ആഴവും അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു അരൂപി, സ്നേഹത്തിൻ്റെ അരൂപി, വചനത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ ആഴം ഉൾക്കൊള്ളുമ്പോഴേ ഈ ഉള്ളുകൾ തമ്മിൽ ഒന്നാകുള്ളൂ. ഉള്ളുകൾ തമ്മിൽ ഒന്നായാൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ സ്വകാര്യ ദുഃഖങ്ങളില്ല, ഇവിടെ സ്വകാര്യ ദുഃഖങ്ങളില്ല, ഇവിടെ സ്വകാര്യ സന്തോഷമില്ല. ചോർന്നൊരിക്കുന്ന വീടിൻ്റെ മുകളിൽ
ഒരു പ്ലാസ്റ്റിക് വാങ്ങിച്ച് 600 രൂപയ്ക്ക് ഇട്ട് കൊടുത്തപ്പോൾ കുഞ്ഞുങ്ങളെ പെരയ്ക്കകത്തോടെ ഓടുന്നത് കണ്ടു. വലിയതൊരു കടൽ തീരത്താ, ചോർന്നൊലിക്കുന്ന വീടാണ്. അവരുടെ പുസ്തകം നനയുക, കഞ്ഞി വെച്ചാൽ അതിനും വെള്ളം വീഴും. അപ്പോഴാ വെറും 600 രൂപയുടെ പ്ലാസ്റ്റിക് ആ ഓലപ്പരയുടെ മുകളിൽ ഇട്ട് കൊടുത്തപ്പോഴും നനയാത്ത വീട്ടിലൂടെ കുഞ്ഞുങ്ങള് ഓടുന്നത് കണ്ടു. നനയുന്ന വീട്ടിൽ കിടക്കുന്നവൻ്റെ സ്വപ്നമാ നനയാത്ത വീട്. വിശക്കുന്നവൻ്റെ സ്വപ്നമാ ഒരു നേരത്തെ ആഹാരം. മകൾക്ക് യോഗ്യതയുണ്ട് വിവാഹം കഴിക്കാൻ. പണമില്ലാത്തതിൻ്റെ ഒറ്റ കാരണത്തിൻ്റെ പേരിൽ അവിവാഹിതരായി നാടിനും വീടിനും ശാപമായി നിൽക്കുന്ന പെണ്ണിൻ്റെ വിവാഹം വശമില്ലാത്തവന് സ്വപ്നമാ, വീടില്ലാത്തവന് വീട് സ്വപ്നം. ഈ ഭൂമിയിൽ 2 സെന്റ് ഭൂമി തലച്ചായ്ക്കാൻ ഇല്ലാത്ത മനുഷ്യരെ കടലിൻ്റെ തീരത്തൊരു പിടി ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ വായു വലിക്കാൻ അനുവദിച്ച ഭൂമി ശുദ്ധവായു അവൻ്റെ ജന്മാവകാശമാ. ആദ്യം ജനിച്ചപ്പം ചുണ്ടിൽ വെള്ളം തൊട്ട് കൊടുത്തെങ്കിൽ ഇവിടുത്തെ കുടിവെള്ളം ഇവിടുത്തെ അവകാശമാ. ഇതുപോലെ 2 സെന്റ് ഭൂമി തലച്ചായ്ക്കാൻ ഇല്ലാത്ത മനുഷ്യൻ ഭൂമിയിലുള്ളപ്പോൾ 2000 ഏക്കർ സ്വന്തമായി വെട്ടിപ്പിടിച്ചിട്ട് വരും നസ്രായൻ്റെ ബലിവേദിക്ക് മുമ്പിൽ വന്നിട്ട് അവനും വന്ന് നാക്ക് നീട്ടും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. എന്നിട്ട് അവസാനം ഒരു വിളിയുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ തട്ടിപ്പാ. നസ്രായൻ പഠിപ്പിച്ചതും അവൻ്റെ കൽപ്പനയും സ്വന്തമാക്കാത്ത ബലിയും ബലിപീഠങ്ങളും വചനങ്ങളും ഉൾക്കൊള്ളാത്ത ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നസ്രായകൻ മറഞ്ഞിരുന്ന് സമറിയാക്കാരൻ്റെ ഉപമയിലൂടെ ലോകത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഈ ഉപമയുടെ ആഴം വൈവിധ്യമുള്ള ജീവിത പശ്ചാത്തലത്തിലൂടെ നടന്ന് കണ്ട് വൈവിധ്യമുള്ള ദുഃഖങ്ങളും വേദനകളും സ്വന്തമാക്കിക്കൊണ്ട് നസ്രായൻ്റെ ബലിയോടും ബലിപീഠത്തോടും ചേർന്നിരിക്കുമ്പോൾ, അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവനോട് ചേർന്നിരിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ചില ചെറിയ ചിന്തകളാണ് പ്രിയപ്പെട്ടവരെ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പങ്കുവയ്ക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഏതൊരു സ്നേഹത്താലും ഏതൊരു ചൈതന്യത്താലും ഏതൊരു അരൂപിയാലും നിന്റെ പ്രിയപുത്രൻ ഈ മണ്ണിൽ പിറന്ന് ഇവിടെ മുറിവേറ്റവൻ്റെ മുറിവുണക്കാൻ താഴ്ന്നിറങ്ങി വന്നുവോ, ആ മുറിവേറ്റവൻ്റെ പഴുതുകൾ, അവൻ്റെ നെഞ്ചിലെ ഹൃദയത്തിൻ്റെ ആ ഒഴുകിയ ചൂടുള്ള ചോര ഇന്നും മുറിവേറ്റ അനേകം മക്കൾക്ക് ആശ്വാസത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ സ്പർശമായി മാറട്ടെ. ബലിപീഠങ്ങൾ വലിച്ചിറക്കി ബലിയർപ്പിക്കുന്ന പുതിയ ബലിപീഠങ്ങളും ബലികളും ഉണ്ടായി ഈ ഭൂമുഖം മനുഷ്യന് വസിക്കാൻ പറ്റിയ ഇടമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.